ചായക്കൊപ്പം എന്തെങ്കിലും ക്രിസ്പിയായി വേണമെന്ന് തോന്നുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് നമ്മുടെ മിക്സ്ചർ അല്ലേ. അത് കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമുക്ക് ഇന്നത് വീട്ടിൽ തയ്യാറാക്കിയാലോ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പോളം കടലമാവും 1/4 കപ്പോളം അരിമാവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, 1 ടീസ്പൂൺ അയമോദകമാണ് ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് നമുക്ക് മാവിലോട്ട് ഇട്ട് കൊടുക്കും. ഇത് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാക്കി പൊടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ തവിയും കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാമേ. എണ്ണയ്ക്ക് ചൂടുണ്ടല്ലോ, അതുകൊണ്ടാണ് തവിയും കൊണ്ട് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. അത് നമുക്ക് വീണ്ടും കൈ കൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ പൊടി എടുത്ത ഗ്ലാസ്സിന് തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നമുക്കതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാമേ. ഏകദേശം 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കുഴച്ച് നമ്മൾ ഈ പരുവത്തിലാക്കി എടുത്തു. പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്, ചൂടുവെള്ളമല്ല. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് മാറ്റി വയ്ക്കാമേ, പിന്നീട് ആവശ്യം വരും. ഇനി നമുക്ക് ഈ മാവെടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ വേണം. പൊട്ടുകടല, കപ്പലണ്ടി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുഴിവുള്ള പാത്രം എടുക്കുക. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ കിടന്ന് ചൂടാവട്ടെ. ഇനി സേവനാഴിയിലോട്ട് നമ്മുടെ മാവ് നിറച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചെടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്കിതിങ്ങനെ ഞെക്കി ഒഴിക്കുക. ഈ സമയം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഒത്തിരി ഇങ്ങനെ കൂന കൂട്ടിയിടല്. ഒരു ചുറ്റ് അല്ലെങ്കിൽ 2 ചുറ്റ്, അതിൽ കൂടുതൽ ഇട്ടാൽ ഇത് മൂക്കാൻ കഷ്ടമാകും. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് മൂക്കും. പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ എടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടെ വെന്ത് വരും. 2 സൈഡും ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് വാങ്ങി എടുക്കാം. ഇതിന് ബാക്കിയും കൂടെ നമുക്കിങ്ങനെ എല്ലാം വറുത്തെടുത്ത് മാറ്റി വയ്ക്കാമേ. ഇനി നമ്മൾ മുമ്പേ മാറ്റി വെച്ച ആ ഉരുള എടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കലക്കി നമുക്ക് ദണ്ട് ഈ പരുവത്തിൽ അത് കലക്കിയെടുക്കാമേ. ഇനി നമുക്ക് ഇത് കിഴുത്തുള്ള ഈ തവിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് ഇതിങ്ങനെ ഡ്രോപ്പായിട്ട് എണ്ണയിലോട്ട് വീഴും. അങ്ങനെയാണ് ഇതിനാവശ്യമായ ബൂണ്ടി തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് മൂത്ത് വരാൻ ഈ കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റോളം എടുത്തു എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കുറച്ചധികം സമയം എടുത്തായിരുന്നു. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുത്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്ക് കപ്പലണ്ടി മൂപ്പിച്ച് കോരാമേ. അതും കുറച്ച് സമയം എടുത്തു. പെട്ടെന്ന് മൂത്ത് വരത്തില്ല, കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് മൂക്കാൻ. ഇത്തിരി കഷ്ടപ്പെട്ടാലും നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ടാവല്ലോ. ആ രുചിയാണ് ഈ മിക്സ്ചറിൻ്റെ രഹസ്യം. നമ്മൾ ഈ തയ്യാറാക്കുന്ന മിക്സ്ചർ കഴിച്ചിട്ട് വീട്ടുകാരെല്ലാം നല്ലതാണെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതും ഒരു സന്തോഷം നമുക്ക്. കപ്പലണ്ടി എല്ലാം വറുത്തു നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കാം. അതും ഒരു 2 സെക്കൻഡ് കൊണ്ട് മൂത്ത് കിട്ടും. അതും നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അതും മൂക്കാനായിട്ട് ഒരു 6-7 മിനിറ്റ് എടുത്തു. മൂത്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാമേ. ഇനി ഞാനൊരു 3-4 വറ്റൽമുളക് കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ച് കോരിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാമേ. നമ്മുടെ മിക്സ്ചറിന് വേണ്ട സാധനങ്ങളെല്ലാം വറുത്തെടുത്ത് മാറ്റി വെച്ചു. ഇനി വലിയൊരു പാത്രം എടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച സേവെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ബൂന്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പൊട്ടുകടല ഇട്ട് കൊടുക്കുക, കരിയാപ്പില ഇട്ട് കൊടുക്കുക, മുളക് വറുത്തത് ഇട്ട് കൊടുക്കുക, കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. ഇനി ഞാനൊരു പിഞ്ച് ചാറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് വെല്ല്. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ക്രിസ്പിയുമായ മിക്സ്ചർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ പറയും പുറത്തുനിന്നുള്ള മിക്സ്ചർ വേണ്ട, വീട്ടിൽ തന്നെ തയ്യാറാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.